എല്ലാവർക്കും നമസ്കാരം. സരോജം ഹോം ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലെ ഫ്ലവർ ഹൗസ് 4 എന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിൽ ഫ്ലവർ ഹൗസ് 1, 2, 3, 4, 5 എന്നീ 5 വീഡിയോകൾ അപ്ലോഡ് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ 3 വീഡിയോകൾ അപ്ലോഡ് ചെയ്തിരുന്നു. ഇത് 4ാമത്തെ വീഡിയോ ആണ്. ഫ്ലവർ ഹൗസ് 4 എന്ന വീഡിയോയാണ്. ഈ വീഡിയോയിൽ അഡീനിയം പ്ലാന്റ്സിനെ കുറിച്ച് മെയിനായിട്ടുള്ള 2 ഇൻഫർമേഷൻ നൽകാനുണ്ട്. പ്ലാന്റ്സുകളൊക്കെ എത്രത്തോളം ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഫ്ലവറിങ് ടിപ്സ്, അതുപോലെ ഈ പലരും പല ഐഡിയാസിലൊക്കെയാണ് പ്ലാന്റ്സുകൾ സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ അതൊക്കെ എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലൊക്കെയാണ് ഫ്ലവർ ഹൗസ് 1, 2, 3, 4, 5 എന്നീ 5 വീഡിയോകൾ അപ്ലോഡ് ചെയ്യും എന്ന് പറഞ്ഞത്. 5 വീഡിയോകൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം 5ാമത്തെ വീഡിയോയിൽ, അതായത് ഫ്ലവർ ഹൗസ് 5 എന്ന വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഈ 5 വീഡിയോകളിൽ ഏത് വീഡിയോയ്ക്കാണ് ഗിഫ്റ്റ് നൽകേണ്ടത് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്ന ആ ഗാർഡന് 5 അഡീനിയം പ്ലാന്റ്സുകൾ ഗിഫ്റ്റായിട്ട് നൽകുന്നതാണ്. അതുപോലെ തന്നെ ഫ്ലവർ ഹൗസ് 5 എന്ന വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്ന എല്ലാ കമൻറ്റിൻ്റെ ഐഡികളും ഉൾപ്പെടുത്തിക്കൊണ്ട് നറുക്കെടുക്കുന്നതാണ്. നറുക്കെടുപ്പിൽ വിജയിക്കുന്ന 1ാമത്തെ വിന്നർക്ക് 2 അഡീനിയം പ്ലാന്റ്സുകളും 2ാമത്തെ വിന്നർക്ക് 1 അഡീനിയം പ്ലാന്റും ഗിഫ്റ്റായിട്ട് നൽകുന്നതാണ്. ഫ്ലവർ ഹൗസ് 1, 2, 3 എന്ന 3 വീഡിയോകൾ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവർക്ക് അത് വാച്ച് ചെയ്യാവുന്നതാണ്. ഇനി ഫ്ലവർ ഹൗസ് 4 എന്ന ഈ വീഡിയോയുടെ കാര്യം ഒന്ന് പറയാം. മലപ്പുറം ജില്ലയിലെ അമരമ്പലം പഞ്ചായത്തിലെ ചേലോട് എന്ന് പറഞ്ഞ സ്ഥലത്തെ ഷാജു സാറിൻ്റെ വീട്ടിലെ ഗാർഡനാണ് കാണുന്നത്. നിരവധി കുട്ടികൾക്ക് വിദ്യ പകർന്നു നൽകി ഇപ്പോൾ കരുളായി ദേവദാർ സ്കൂളിലെ ഹെഡ്മാഷായി സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ഷാജു സാറിനെ ഈ ചാനലിലേക്ക് വളരെ ബഹുമാനത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. സാറേ, സരോജം ഹോം ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. താങ്ക് യു. പറയൂ, സാറിൻ്റെ പേരും സ്ഥലമൊക്കെ ഒന്ന് പറയും. ഷാജു, ചേലോടാണ്. ചേലോട് സ്കൂളിനടുത്താണ്. അതായത് നിലമ്പൂർ പൂക്കോട്ടുംപാടം ചേലോട് അല്ലേ? ചേലോട് ചേലോട് സ്കൂളിനടുത്ത് വർക്ക് ചെയ്യുന്നുണ്ടോ? വർക്ക് ചെയ്യുന്നത് ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. യെസ്, വെരി ഗുഡ്. അപ്പോൾ ഈ പ്ലാന്റ്സിനോടൊക്കെ ഇഷ്ടം തോന്നിയിട്ട് കുറേ വർഷങ്ങളായിട്ടുണ്ടോ? അതോ പ്ലാന്റ്സിനോട് ചെറുപ്പകാലം മുതലേ ഇഷ്ടമല്ലേ? അല്ലാതെ നമ്മൾ ഈ ലോക്ക്ഡൗൺ സമയത്തൊന്നും അങ്ങനെ തുടങ്ങിയതല്ല. ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ, ഇപ്പോൾ വീടുണ്ടാക്കുമ്പോൾ തന്നെ ഞാൻ ഒരു നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് അല്ലേ? ഇതൊക്കെ സ്വന്തമായിട്ട് തന്നെ അങ്ങനെ ചെയ്യുന്നതാണോ? അധികം സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ബോഗൻവില്ല ഗ്രാഫ്റ്റ് ചെയ്യാറുണ്ടോ? ഗ്രാഫ്റ്റ് ചെയ്യാറുണ്ട്. അഡീനിയം ഫുള്ള് ഗ്രാഫ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ? അഡീനിയം ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. അഡീനിയം പ്ലാന്റ്സ് സമയത്തൊക്കെ ഇങ്ങനെ. ഈ അഡീനിയം പ്ലാന്റ്സുകളൊക്കെ ഓൺലൈൻ വഴിയാണോ മേടിക്കുന്നത്? ഓൺലൈൻ, പിന്നെ സരോജം ഗാർഡൻസിൻ്റെ അതൊക്കെ. പക്ഷേ അല്ലാതെ വേറെ മേടിക്കാറുണ്ടോ? വേറെ ഇഷ്ടംപോലെ ഓൺലൈനിൽ വാങ്ങാറുണ്ട്. പിന്നെ ഈ ബോഗൻ വില്ലകൾ പ്രധാനമായിട്ട് നമ്മളെ ലോക്കലായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ എവിടെ കിട്ടുന്ന വെച്ചാൽ അവിടെ നല്ല വെറൈറ്റി തോന്നിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് മേടിക്കും അല്ലേ? ഓക്കെ, വളരെ സന്തോഷം. നമുക്ക് അഡീനിയം പ്ലാന്റ്സ് കൂടെ ഒന്ന് കാണാം. സാർ, ഈ അഡീനിയം പ്ലാന്റ്സ് പിന്നെ ഇതിൽ സീഡ് വരുന്നുണ്ടോ? ന്യൂ വെറൈറ്റിയിലൊക്കെ അപൂർവമായിട്ടൊക്കെ, വളരെ റയറായിട്ടൊക്കെ വരും. സീഡ് അങ്ങനെ വരുന്നുള്ളൂ അല്ലേ? കോമൺ വെറൈറ്റിയിലാണ് കൂടുതൽ വരുന്നത് അല്ലേ? അത് ധാരാളമായിട്ടുണ്ടാവും. ഇതിൽ വന്നിട്ടുണ്ടോ? സീഡ് വരാറുണ്ട്. ഇപ്പോൾ വന്ന് മുളച്ചത് അവിടെ തൈ പിന്നെ പൂക്കളായിട്ടുള്ളത് തന്നെ. അതെ, അതൊന്ന് കാണണം. അതുപോലെ തന്നെ ഇത് ഒക്കെ ഓൺലൈൻ വഴി മേടിക്കുന്ന പ്ലാന്റ്സുകളാണ് അല്ലേ? ഓൺലൈനാണ്. പിന്നെ പറഞ്ഞില്ലേ സരോജം എന്ന് പറയാൻ വാങ്ങി. അതൊക്കെ. പിന്നെ ഇതൊക്കെ ഇത്ര അധികം ഫ്ലവർ വരാൻ വേണ്ടിയിട്ട് എന്ത് ഫെർട്ടിലൈസറൊക്കെയാണ് കൊടുക്കുന്നത് പറയും? DAP. ഇതിപ്പോൾ ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഇനി ഇപ്പോൾ പിന്നെ മഴയും ആ തണുപ്പാണ് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. പ്രൂൺ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് അല്ലേ? പ്രൂൺ ചെയ്തിട്ട് വളമിട്ടെടുത്ത DAP ഒക്കെയാണ് സാധാരണ 19. ഇപ്പോൾ ഒരു വളം ഇട്ടെടുത്തിട്ടില്ല. ഇപ്പോൾ കാര്യമായിട്ട് ഈ ആട്ടും കാഷ്ടാണ് ഇടുന്നത്. അത് ഈ പോട്ടി മിശ്രിതത്തിൽ അങ്ങനെ ഉണ്ട് മിക്സ് ചെയ്തിട്ട് അല്ലേ? ആട്ടും കാഷ്ടാണ് കൂടുതലായിട്ട് കൊടുത്തിട്ടുള്ളത് അല്ലേ? ഇപ്പോൾ കുറച്ച് ആയിട്ട് അങ്ങനെ വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇല്ല. ഇത് സാർ ചെയ്താണോ? ഗ്രാഫ്റ്റ് ചെയ്തതാണ്. സാർ ചെയ്താ അല്ലേ? വെരി ഗുഡ്. അവിടുന്ന് നല്ല ഫ്ലവർ വന്നിട്ടുണ്ടല്ലോ. ഇതിൽ ഇതേമാതിരി ഇതിൽ തന്നെ ഉണ്ട് കുറേ എണ്ണം. അതാണ് ഇത് 5 എണ്ണം പിടിച്ചു വന്നുണ്ട്. അത് സാറ് തന്നെ ചെയ്താ? അതെ, ഇതിൽ 5 എണ്ണം ഉണ്ട്. യെസ്. ഒക്കെ വീക്കട്ടാണെന്നേ ഉള്ളൂ. വീക്കട്ട നിറച്ച് ഫ്ലവർ വരും, പക്ഷേ ഒരു ഭംഗി കൂടുതൽ കിട്ടാൻ ഫ്ലാറ്റ്. ഇത് ഇനിയിപ്പോൾ ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇത് കംപ്ലീറ്റ് ഫ്ലവർ ആവും. ഒന്നുകൂടി അതൊക്കെ നന്നാക്കി വൃത്തിയാക്കി വളക്കെട്ടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഉണ്ടല്ലേ, ഇതൊക്കെ കമ്പൊക്കെ നീണ്ട് കിടക്കുന്നുണ്ടല്ലേ? ഇതൊക്കെ ഇപ്പോൾ ഇനി പ്രൂൺ ചെയ്യേണ്ട ടൈമാണ്. ഈ സമയത്ത് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു
2 ഇഞ്ച് നിർത്തിയിട്ട് പ്രൂൺ ചെയ്യുകയാണെങ്കിൽ നിറയെ കമ്പുകൾ വരും. ഇതൊക്കെ ഫുള്ള് പൂക്കളായി 1.5 മാസം. പക്ഷെ ഇതിപ്പോൾ തന്നെ കംപ്ലീറ്റ് ഫ്ലവറാണ്. അതുകൊണ്ട് ഇങ്ങനെ പ്രൂൺ ചെയ്യാൻ മടിച്ചിരിക്കുകയല്ലേ. പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഈ ബോൺസായി ലുക്കിൽ വരുള്ളൂ. പക്ഷേ ഇത് ഇത്രത്തോളം ഫ്ലവർ ഉള്ളപ്പോൾ ഇത് എങ്ങനെ പ്രൂൺ പ്രൂൺ ചെയ്തതാണ്. ഇത് ഇത്ര കണ്ടില്ലേ, കഴിഞ്ഞ പ്രാവശ്യം പ്രൂൺ ചെയ്ത്. അതെ, അപ്പം ബ്രാഞ്ചസ് ഉണ്ട്, ഒരുപാട് ബ്രാഞ്ചസ് വന്നില്ലേ. ഇനിയും പ്രൂൺ ചെയ്യുമ്പോൾ ഇനി അതെ, അതിലേറെ പിന്നെ ബുഷായിട്ട് ഈ ബ്രാഞ്ചസ് ഒരുപാട് വരുന്നതാണ്. പക്ഷേ സാറ് പറഞ്ഞ പോലെ ഇത് എങ്ങനെ പ്രൂൺ ചെയ്യും എന്നുള്ളത് തന്നെയാണ് അല്ലേ. വെള്ളം അധികം പാടില്ലാന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് കെയറൊന്നും വേണ്ടാത്തൊരു പ്ലാന്റാണ് ഈ അടിയിൽ. അതല്ലേ, വളരെ സുഖമാണ്. ഇപ്പോൾ ഇത് പോട്ടി മിശ്രിതത്തിലുള്ള വളമേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ വളം ഒന്ന് സ്പ്രേ ചെയ്തിട്ടൊന്നും ഇല്ല എന്നാണ് സാർ പറയുന്നത്. ഇപ്പോൾ കുറച്ച് ഇത് ആട്ടുംകാട്ട ഇടയ്ക്ക് ഇട്ട് കൊടുക്കും. പോട്ടി മിശ്രിതം എന്തായിരുന്നു സാർ ചെയ്ത്? മിശ്രിതം കാര്യമായിട്ട് ഇതിന് വെള്ളം വാർന്നു പോകണം. വെള്ളം വാർന്നു പോകാൻ പറ്റുന്ന മണലും അതുപോലെ മണ്ണും മണലും ചാണപ്പടി പിന്നെ ബോഗൺവില്ലേക്കുള്ള ഏകദേശം അതേ ടൈപ്പ് തന്നെയാണ്. മണൽ കുറച്ചുകൂടി അധികം ഇടും. അല്ല, ഭയങ്കര ലൂസായിരിക്കും. അങ്ങനെ ഡ്രൈനേജ് കുറച്ചധികം വേണം അല്ലേ. അപ്പോൾ ഇപ്പോൾ ഈ ആട്ടും കാഷ്ടൊക്കെ ഇട്ടിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ ഫെർട്ടിലൈസർ നമ്മൾ ഇംഗ്ലീഷ് വളം ഒന്നും കൊടുത്തിട്ടില്ല അല്ലേ. ഇംഗ്ലീഷ് വളം അധികം കൊടുക്കും. ഇംഗ്ലീഷ് വളം ഇനി പ്രൂൺ ചെയ്ത ശേഷമേ കൊടുക്കുള്ളൂ. അപ്പോൾ ഒരുമിച്ച് ഫ്ലവർ വരും അല്ലേ. പക്ഷേ ഇതിലേറെ ഇനി എങ്ങനെ ഫ്ലവർ വരും എന്നാണ് നോക്കുന്നത്. നല്ല പോലെ നല്ല ഫ്ലവർ വരും, കംപ്ലീറ്റ് പൂക്കളായിരിക്കും. നല്ല വെയിൽ ഇവിടെ. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ രാവിലെ ഒരു നല്ല സൺലൈറ്റ് കിട്ടുന്നതാ അല്ലേ. ഒരു 8-8:30 മുതൽ വെയിൽ കിട്ടും. നല്ല സൺലൈറ്റ് ആണ്. ഈ ബോഗൺവില്ലയ്ക്കും അഡീനിയത്തിനും അതെ അല്ലേ. ഈ സൺലൈറ്റ് ആണ് മെയിനായിട്ട് വേണ്ടത് അല്ലേ. സൺലൈറ്റാണ് മെയിനായിട്ട് വേണ്ടത്. സാർ, ഈ അഡീനിയം പ്ലാന്റ് എത്ര വർഷം പഴക്കമുള്ള പ്ലാന്റ്? ഒരു 15 ഒരുപാട് വർഷം പഴക്കമുണ്ട്. ഞാൻ ആദ്യം വാങ്ങിയത് അഡീനിയ എന്താണെന്ന് അറിയുന്നതിന് മുന്നേ വാങ്ങിയ പ്ലാന്റാണ്. ഇങ്ങനത്തെ ഒന്നുകൂടി ഉണ്ടായിരുന്നു. അതിപ്പോൾ കഴിഞ്ഞ മഴയത്ത് പോയി. ഇത്ര ഇതിനേക്കാളും നല്ല ഭംഗിയുള്ള അളിഞ്ഞു പോയോ? പോയി. ഇതിന് എന്തോ ഒരു ഡാമേജ് പോലെ ഇങ്ങനെ തോന്നിയിരുന്നു. കഴിഞ്ഞ മഴയത്ത് ഇത് ആദ്യം ഇവിടെ മുറ്റത്തായിരുന്നു. അന്ന് ഇതിന് വെള്ളം പാടില്ല എന്നൊന്നും അറിയില്ലല്ലോ. അതിനുശേഷം ഞാൻ ഈ വെറുതെ ഈ ഒരു ഇതിക്ക് മാറ്റി അതിനുശേഷമാണ് മറ്റേത് പോയത്. അതല്ലേ, ഇതിനും കേട് വന്നു. അപ്പോൾ ഞാൻ ഇത് കണ്ടു. പക്ഷെ ഇത് രക്ഷപ്പെട്ടല്ലോ. ഗ്രാഫ്റ്റ് ഇത് കുറെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പോൾ. ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെയ്തു. ഇവിടെ സാർ തന്നെ ചെയ്യുന്നതാണോ? ഇതാ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് ഗ്രാഫ്റ്റ് ആണല്ലേ. ഇത് 4-5 വെറൈറ്റി അതിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. സാർ തന്നെ ചെയ്താണോ? അതെ, 1 2 3 4 5 വെറൈറ്റി. 1-2 പോയി തിന്ന് തന്നെ പോയി. ഇത് ഫസ്റ്റൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത സമയത്ത് പിന്നെ നശിച്ചു പോയിരുന്നു, പിടിക്കാതെ നിന്നിരുന്നോ? ഇല്ല, ആദ്യം ഞാൻ മറ്റേ ഈ യൂട്യൂബിലൊക്കെ കാണുന്ന മറ്റേ ഫ്ലാറ്റ് ഗ്രാഫ്റ്റ് ചെയ്തിരുന്നു. അത് വളരെ സക്സസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതിനുശേഷമാണ് ഇങ്ങനെ ഈ വി ഗ്രാഫ്റ്റ് ചെയ്തത് അല്ലേ. അത് പരിചയം കുറഞ്ഞിട്ടപ്പോഴുള്ള ആൾക്കാർക്ക് ഇതാണ് നല്ലത്. യെസ്, സാർ ഇപ്പോൾ പറഞ്ഞ ഒരു മെയിൻ പോയിൻ്റാണ്. അതായത് ഗ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വി ഗ്രാഫ്റ്റ് ഇതുപോലെ വി പോലെ കട്ട് ചെയ്തിട്ട് മേളിലൊരു പീസ് വെച്ച് കൊടുക്കുന്ന രീതിയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് സക്സസ് ആയതിനു ശേഷം വേണം ഇങ്ങനെ ഫ്ലാറ്റ് കട്ട് ചെയ്തിട്ട് 6-5 പീസ് വെക്കുന്ന രീതി ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നുകൂടി ക്ഷമ വേണ്ട ഒരു പരിപാടിയാണ്. അപ്പോൾ ഈ വി ഗ്രാഫ്റ്റ് ആണെങ്കിൽ ഒരു 90% പേർക്കും ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിടിച്ചു കിട്ടും. എന്നിട്ട് ഇത് കുറച്ചിങ്ങനെ ഭംഗി കുറവ് പോലെ തോന്നുന്നുണ്ടോ, അവിടെ ഒരു വായു പൊളിച്ചിരിക്കുന്ന പോലെ അതെ. പക്ഷേ ഫ്ലാറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നല്ല ഭംഗി വരുന്നത്, ബോൺസായി ലുക്കിലൊക്കെ പ്ലാന്റ് വരുന്നത്. പക്ഷേ ആദ്യം ചെയ്ത് പഠിക്കാൻ നല്ലത് എപ്പോഴും ഈ ഒരു വി ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. ഈ വീഡിയോയിലൂടെ നൽകുന്ന ഒരു ഇൻഫർമേഷനാണ്. അഡീനിയം പ്ലാന്റ്സുകൾ ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കാം എന്ന് ഉദ്ദേശിക്കുന്നവർ ആദ്യം വി ഗ്രാഫ്റ്റ് ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത്. പിന്നീട് അത് സക്സസ് ആയതിനു ശേഷം ഫ്ലാറ്റ് കട്ട് ചെയ്തുകൊണ്ട് 1 ഇഞ്ച് പീസൊക്കെ വെക്കുന്ന ആ രീതി പിന്നീട് ചെയ്യുന്നതായിരിക്കും നല്ലത്. വി ഗ്രാഫ്റ്റ് ചെയ്താൽ 90% പിടിച്ചു കിട്ടും എന്ന് ഉറപ്പാണ്. വി ഗ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് കാണാൻ കുറച്ച് ഭംഗി കുറവുണ്ടാവും എന്ന് മാത്രം. നല്ല പോലെ ഫ്ലവർ പിടിക്കുന്നതാണ്. അതുപോലെ തന്നെ വി ഗ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് സക്സസ് ആകുമ്പോൾ മനസ്സിന് ഒരു ധൈര്യവും സന്തോഷവും തോന്നുന്നതാണ്. ഫ്ലാറ്റ് കട്ട് ചെയ്തുകൊണ്ട് ആ 1 ഇഞ്ച് പീസ് വെക്കുന്ന രീതി നമ്മളത് ഫെയിലായി കഴിഞ്ഞാൽ നമുക്കത് മടുക്കുന്നതാണ്. പിന്നെ ഒരു തരത്തിലും ഗ്രാഫ്റ്റ് ചെയ്യാൻ നമ്മൾക്ക് തോന്നില്ല. അതുകൊണ്ട് തന്നെ വി ഗ്രാഫ്റ്റ് ചെയ്ത് സക്സസ് ആയതിനു ശേഷം പിന്നീട് ഫ്ലാറ്റ് കട്ട് ചെയ്തുള്ള രീതിയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. സാർ, അഡീനിയം പ്ലാന്റ്സുകൾ ഗ്രാഫ്റ്റ് ചെയ്യാറുണ്ട് അവിടെ? അതെ, ഇതൊക്കെ വി ഗ്രാഫ്റ്റ് ചെയ്തതാണ്. വി ഗ്രാഫ്റ്റ് ചെയ്യാറില്ല, ഇതൊക്കെ ചെയ്തതാണ്. ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ളതാണല്ലേ. ഇത് കുറേ വർഷമായിട്ട് ഇത് പഠിച്ചിട്ടുണ്ടോ അതോ? ഇല്ല, ഞാൻ യൂട്യൂബിൽ നോക്കിയാണ്ട് ചെയ്യുന്നതാണ്. യൂട്യൂബിൽ നോക്കിയിട്ട് പഠിച്ചാണല്ലേ. അതെ അതെ, സക്സസ് ആയല്ലേ. പിന്നെ അങ്ങനെ ഫ്ലാറ്റ് കട്ട് ചെയ്തിട്ടൊന്നും അങ്ങനെ നോക്കിയാൽ മതി. ഇത് വി ഗ്രാഫ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഇതാണ് സംഭവം. ഇവിടെ ഇങ്ങനെ കുറച്ച് ഈ ചെയ്തോടത്തൊരു ഒരു ചെറിയൊരു വൃത്തികേട് പോലെ ഇങ്ങനെ തോന്നില്ല. അതേസമയം
പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ വി ഗ്രാഫ്റ്റാണ്. അത് സക്സസ് ആയതിനു ശേഷം ഫ്ലാറ്റ് കട്ട് ചെയ്തിട്ട് അങ്ങനെ പഠിച്ചു. ഇതൊക്കെ അങ്ങനെ ചെയ്ത് വെച്ചാലേ സാറ് ചെയ്ത് വെച്ചാലേ? വെരി ഗുഡ്. വലിയ ചട്ടിയിലൊക്കെ ഉണ്ട്, 2, 3, 4 ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതെ അല്ലേ? വെരി ഗുഡ് വെരി ഗുഡ്. സാർ ഈ പ്ലാന്റുകളൊക്കെ ഇത് സീഡ് മുളച്ചിട്ട് ഇതൊക്കെ അല്ലേ സീഡ് മുളച്ചുണ്ടായതാണ്. സീഡിൽ നിന്നുണ്ടായതാണല്ലേ? ന്യൂ വെറൈറ്റിയുടെ സീഡ് കളക്ട് ചെയ്തിട്ട് അങ്ങനെ മുളപ്പിച്ചാണ്. അപ്പോൾ നമ്മൾ ഒരു വെറൈറ്റിക്ക് ആ വെറൈറ്റി തന്നെ കിട്ടുന്നുണ്ടോ? അല്ലല്ല, ഇത് പിന്നെ ഡിഫറൻസ് ആണോ? ഡിഫറെന്റ് ആണ്. നമ്മളിപ്പോൾ ആ റെഡിന്റെ വെച്ചാൽ കറക്റ്റ് റെഡ് തന്നെ കിട്ടിക്കൊള്ളുന്നില്ല. അതിന് പല പല പൂക്കളായിട്ടാണ് വരുന്നത്. അത് ശരിയാ. അപ്പോൾ ഗ്രാഫ്റ്റ് ചിലത് സിംഗിൾ പെറ്റലായി വരുന്നുണ്ട്, ചിലത് ഡബിൾ പെറ്റലായി വരുന്നുണ്ട്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. പിന്നെ ന്യൂ വെറൈറ്റി അല്ല, ന്യൂ വെറൈറ്റിയിൽ അധികം സാധാ ഇതായിട്ടാണ് വരുന്നത്. സാധാ കോമൺ കളർ. ന്യൂ വെറൈറ്റിയിൽ തന്നെ സീഡ് വന്നാൽ കോമൺ കളർ. അത് ശരി. ഇത് കുറേ എണ്ണുണ്ട്. അത് ഞാൻ ഈ പൂക്കൾ ഏതായാലും ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഫ്ലവർ തന്നെയാണല്ലോ വന്നിട്ടുള്ളത്. ഇതൊക്കെ സീഡ് മുളച്ചിട്ട് കിട്ടുന്ന തൈകളല്ലേ? ഇത് ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. ആ സെയിം കളർ കിട്ടുന്നില്ല അല്ലേ? കിട്ടുന്നില്ല. ഒക്കെ സീഡ് മുളച്ചിട്ടുണ്ടായതാണ്. ഈ വീഡിയോയിലൂടെ നൽകുന്ന മറ്റൊരു ഇൻഫർമേഷനാണ്. അതായത് ന്യൂ വെറൈറ്റിയുടെ സീഡ് മുളച്ച് കിട്ടുന്നത് ആ വെറൈറ്റി തന്നെ ആയിക്കൊള്ളണം എന്നില്ല. ഒരുപാട് പ്ലാന്റ്സുകൾ ഇരിക്കുന്നിടത്തുനിന്ന് നമ്മൾ ന്യൂ വെറൈറ്റിയുടെ സീഡ് കളക്ട് ചെയ്ത് അത് മുളപ്പിച്ച് കഴിഞ്ഞാൽ ആ വെറൈറ്റി തന്നെ കിട്ടാത്തത് കൊണ്ട് തന്നെ എവിടെന്നെങ്കിലും നിങ്ങൾ പ്ലാന്റ്സുകൾ മേടിക്കുന്ന സമയത്ത് അത് ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളാണോ എന്ന് അന്വേഷിക്കേണ്ടതാണ്. ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളാണെങ്കിൽ 100% ആ വെറൈറ്റി തന്നെ ആയിരിക്കും. എന്നാൽ സീഡ് ഇട്ട് മുളപ്പിച്ചതാണ്, നല്ല വെറൈറ്റിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വെറൈറ്റിയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് നിങ്ങൾ ആ പ്ലാന്റ്സിൻ്റെ തൈകൾ മേടിക്കുന്ന സമയത്ത് അത് ആ വെറൈറ്റി തന്നെ ആയിക്കൊള്ളണം എന്നില്ല. അത് അവർ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി തരുന്നതല്ല. അവരുടെ കൈവശമുള്ളത് നല്ല ന്യൂ വെറൈറ്റിയുടെ ആണെങ്കിൽ തന്നെ അതിൻ്റെ തൈകൾ ആയിക്കൊള്ളണമെന്നില്ല, അതുപോലെ മാറി വരാൻ സാധ്യതയുണ്ട് എന്ന് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വീഡിയോയിലൂടെ ഒരു പരസ്യം കൂടെ നൽകുകയാണ്. സരോജം ഹോം ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് 50 വെറൈറ്റീസ് അഡീനിയം പ്ലാന്റ്സുകളാണ്. അഡീനിയം പ്ലാന്റ്സുകൾ, ഫ്ലവർ, ബഡ്സ്, അതുപോലെ ബഡ്സ് വരാനായിട്ടുള്ളത് ഒക്കെ ആയിട്ടുള്ള പ്ലാന്റ്സുകൾ 180 രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്. 180 റുപ്പീസ്. നിങ്ങൾക്ക് പ്ലാന്റ്സിന് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ വാട്സാപ്പ് നമ്പറിലേക്ക്, സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. DTDC വഴി ഈ പ്ലാന്റ്സുകൾ അയച്ചു തരുന്നതാണ്. ഈ കാണുന്ന വെറൈറ്റീസിൽ മിക്ക വെറൈറ്റീസും ഇപ്പോൾ അവൈലബിൾ ആണ്. ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സുകൾ മാത്രമേ സെയിൽ ചെയ്യുന്നുള്ളൂ. സാർ ഇത് ഒരുപാട് പഴക്കമുള്ള പ്ലാന്റ്സുകളാണ് അല്ലേ? ഇത് 10-15 വർഷം പഴക്കമുള്ള പ്ലാന്റാണ്. പക്ഷേ ഞാൻ കഴിഞ്ഞ വർഷം അത് ഗ്രാഫ്റ്റ് ചെയ്തത്. സാറിനെ ചെയ്താണോ? ഗ്രാഫ്റ്റ് ചെയ്താണോ? കുറേ ടൈപ്പ് ഉണ്ട്. ഗ്രാഫ്റ്റ് ചെയ്താണ്. ഉഷാറായിട്ട് വരുന്നുണ്ട്. എല്ലാം ഇതിനൊന്നും ഇപ്പം അങ്ങനെ വളങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞേ? ഇല്ല, കാര്യമായിട്ട് ആട്ടും കാഷ്ട. ഈ ബോഗൺവില്ലയ്ക്ക് കാര്യമായിട്ട് ആട്ടും കാഷ്ടേ കൊടുക്കാറുള്ളൂ. ഇതിപ്പോൾ ഇനി പ്രൂൺ ചെയ്യോ അതോ ഇപ്പോൾ ഫ്ലവർ? ഇനി ഇത് ഒന്ന് സോഫ്റ്റ് പ്രൂണിങ് നടത്തി പൂവൊക്കെ കഴിഞ്ഞിട്ട്. ഇതിൽ കുറേ ടൈപ്പ് ഉണ്ട്. ഇത് നാടനാണ് അധികം. ഇത് സാറിനെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അവിടെ? ഇവിടെ ഒന്ന് താങ്ക്ലോ എന്നിട്ടൊരു വെറൈറ്റി. അത് അതിൻ്റെ താങ്ക്ലോ ഇത് ന്യൂ വെറൈറ്റി തന്നെയാണല്ലോ. ഫ്ലവർ അധികം വിടർന്ന് വരാത്തത് അല്ലേ? അതെ, ഇതൊക്കെ ഇതിൻ്റെ റെഡാണ്. ഇത് വേറൊരു വെറൈറ്റി ഉണ്ടാവും എനിക്കറിയില്ല. ഇതിപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ വർഷം കൊണ്ടുവന്നതാണ്. കഴിഞ്ഞ വർഷം ഒരു കുറ്റി കൊണ്ടുവന്നതാണ്. നല്ല വർഷം പഴക്കമുള്ള പോലെയാണ് തോന്നുന്നത് അല്ലേ? ഇത് കുറേ വർഷം പഴക്കമുള്ളതാണ്, കുറേ പ്രായമുള്ളതാണ്. ഇതിലിപ്പോൾ എത്ര വെറൈറ്റി ചെയ്തിട്ടുണ്ട്? ഇതിൽ ഒരു 6-7 വെറൈറ്റി ചെയ്തിട്ടുണ്ട്. ഗോൾഡൻ കാസ്കേഡ് അല്ലേ? ഞാൻ എപ്പോഴും പൂവുണ്ടാകുന്നത്. ക്യാറ്റ്സ് ക്ലോ പ്ലാന്റ് ഇത് ഭയങ്കരമായിട്ട് ഉണ്ടാവും. വളരെ ഭയങ്കര വളർച്ച കൂടിയൊരു പ്ലാന്റ്. അത് ഇത് ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ നല്ല അതിങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ കൊടുക്കണം. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു മരത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഫുള്ള് അത് പെട്ടെന്ന് കയറി അങ്ങനെ പൊതിയും. ഭംഗിയല്ലേ? ഭയങ്കര ഭംഗിയാണ്.
ഇവിടെ നല്ല തണുപ്പാവല്ലോ ഇരിക്കാൻ. ഇവിടെ നല്ല സുഖമാണ്. പിന്നെ ഇതിൽ നിറയെ പക്ഷികളുണ്ട്. എപ്പോഴും പക്ഷികളുടെ സൗണ്ടാണ് ഇവിടെ വന്നത്. സ്പ്രിംഗ് പേരാന്ന് പറയും. സ്പ്രിംഗ് പേര സാധാരണ പേരക്കന്നെയാണ്. ആ പേരക്കന്നെയാണ്. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അധികം വലിപ്പമൊന്നും ഉണ്ടാവില്ല. ഒരു പുളി രുചിയാണ്, പക്ഷെ ഒരു വെറൈറ്റിയാണ്, നല്ല രസമുള്ള പേരക്ക. സാധാ പേരക്ക പോലെ തന്നെ അല്ലേ? സാധാ പേരക്ക പോലെ തന്നെ. അതിൻ്റെ ലീഫിൻ്റെ വ്യത്യാസമാണ്. അതിങ്ങനെ സ്പ്രിങ് പോലെ ഇരിക്കുന്നുണ്ട് അല്ലേ? എന്നും രാവിലെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഒന്ന് നടക്കും. നേരം കിട്ടുന്നിടത്തോളം സമയം സ്കൂളിൽ പോകുന്നതിന് മുമ്പൊക്കെ ആയിട്ടല്ലേ? മുന്നേറ്റ് ഒരു സന്തോഷമല്ലേ ഫ്ലവറൊക്കെ ഉള്ള സമയത്ത്? വളരെ സന്തോഷമാണ്. നമ്മളെ മനസ്സ് ഭയങ്കര റിലാക്സ്ഡ് ആവുന്നൊരു നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണിത്.